ഞാനിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ഒട്ടകത്തിൻ്റെ ഒരു ചിത്രമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴും ഒട്ടകപ്പാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമൂലിൻ്റെ 200 ml ഒരു ഒട്ടകപ്പാലിൻ്റെ ബോട്ടിൽ വാങ്ങി. ഇതിൻ്റെ പ്രൈസ് 25 രൂപയാണ്. അമൂല് നമുക്ക് കേരളത്തിലും ഭയങ്കര സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അമൂലിൻ്റെ നല്ല ക്വാളിറ്റി ആയിരിക്കുമെന്ന്. ഇവിടെ സുലഭമായിട്ട് ഒട്ടകപ്പാൽ കിട്ടാറുണ്ട്. എല്ലായിടവും നമുക്ക് സാധാ പശുവിൻ പാലൊക്കെ കിട്ടും പോലെ തന്നെ ഇവിടെ ഒട്ടകത്തിൻ്റെ പാലും എരുമപ്പാലും ഒക്കെ കിട്ടാറുണ്ട്. പശുവും പാലിനെ കമ്പയർ ചെയ്യുമ്പോൾ 200 ml കിലോ കാലറീസ് വളരെ കുറവാണ്. അതായത് 90 കിലോ കാലറീസേ ഇതിലുള്ളൂ. പക്ഷേ സോഡിയവും കാൽഷ്യവും വളരെ കൂടുതലുമാണ്. ആയുർവേദത്തിൽ ഒട്ടകപ്പാലിന് ഒരു ചെറിയ ഉപ്പുരസം ഉണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കുടിക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് തുറന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ സാധാരണ പശുവും പാൽ നമ്മൾ കാച്ചി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ വരുന്നൊരു പതയില്ലേ, അതുപോലെ പതയും നിറവും പശുവും പാലിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് നോക്കാം. അതിൻ്റെ നിറവും കൺസിസ്റ്റൻസിയും ടേസ്റ്റുമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നിറം പശുവിൻ പാലിൻ്റേതുപോലെ തന്നെയാണ്. പശുവിനനുസരിച്ച് വൈറ്റിൻ്റെ ഷെയ്ഡിന് വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ക്രീം ഷെയ്ഡുള്ള വൈറ്റാണ്. വീഡിയോയിൽ ചിലപ്പോൾ പ്യുവർ വൈറ്റായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല, ചെറിയൊരു ക്രീം ഷെയ്ഡുള്ള വൈറ്റാണ്. അതുപോലെ കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പശുവിൻ പാലൊക്കെ പതഞ്ഞ് വരും പോലെ നല്ല പതയുണ്ടായിരുന്നു. ഇത് ഹോമോജനൈസ്ഡ് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. ഞാൻ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ആയുർവേദത്തിൽ പറയും പോലെ തന്നെ ചെറിയ ഉപ്പുരസമുള്ള ഒരു പാലാണ് കേട്ടോ ഒട്ടകപ്പാൽ. നമ്മുടെ പശുവിൻ പാലും എരുമപ്പാലും ആട്ടിൻപാലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടകപ്പാലിൻ്റെ മധുരം അല്പം കുറവാണ്. അത്രയും മധുരരസമില്ല, എന്നാൽ മധുരമുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ മധുരവും അതുപോലെ തന്നെ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഉപ്പുരസവും നമുക്ക് ഫീൽ ചെയ്യും കുടിക്കുമ്പോൾ. അല്ലാതെ അതിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ മണവും ബാക്കിയെല്ലാം പശുവും പാലുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിൽ തന്നെയാണുള്ളത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് അരുചിയൊന്നും തോന്നുന്നില്ല. എന്നാൽ ഒരുപാട് ടേസ്റ്റ് ഉള്ളതായിട്ട് നമ്മുടെ പശുവിൻ പാലിനേക്കാളും ടേസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു വെറൈറ്റി പാല് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽഷ്യം റിച്ചാണ്, സോഡിയം റിച്ചാണ്, പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കാലറീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ രാജസ്ഥാനിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഒട്ടകപ്പാലൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സോ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.